റമദാൻ അടുത്തെത്തിയല്ലോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റമദാന് വേണ്ടിയിട്ടുള്ള കുറച്ച് മുന്നൊരുക്കങ്ങളും പിന്നെ 3 റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീട് വൃത്തിയാക്കൽ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഷോപ്പിങ്ങിനൊക്കെ പോയി, ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പൊടിച്ച് വെക്കാനും വെയിലത്ത് ഉണക്കി പൊടിക്കാനുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ അടുത്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങയൊക്കെ ഉണക്കി വെക്കുന്നുണ്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിരുന്നു ഇങ്ങനെ മാങ്ങ ഉണക്കിയിട്ടുള്ള അച്ചാർ കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. പിന്നെ ഇതുപോലെ ഇങ്ങനെ ജീരകങ്ങളും എല്ലാം കഴുകി ഉണക്കേണ്ട സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം ഉണങ്ങി കിട്ടും കേട്ടോ. അതേപോലെ നോമ്പിന് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കാൻ പറ്റും. ഇതങ്ങനെ നിർബന്ധമൊന്നുമല്ല, എന്നാലും നമ്മൾ ഇപ്പോൾ നല്ല ചൂടൊക്കെ ആണല്ലോ, അപ്പോൾ ക്ഷീണമായിരിക്കും. ആ വൈകുന്നേരങ്ങളിൽ കിച്ചണിൽ ഒരുപാട് സമയം നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പണി എളുപ്പമായിരിക്കും. നമുക്ക് ഈ ഭാഗത്തൊക്കെ ചെയ്യാൻ കൂടുതൽ സമയം കിട്ടും, റെസ്റ്റ് എടുക്കാനും സമയം കിട്ടും. അപ്പോൾ ഞാൻ ഇത് വെള്ളക്കടല പുഴുങ്ങി വെച്ചതാട്ടോ. പുഴുങ്ങിയിട്ട് നമ്മളിതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും. അതുപോലെ ഇങ്ങനെ സവാള പൊരിച്ച് വെച്ച്, ഇതൊക്കെ നമ്മൾ കുറേ സമയം എടുത്ത് ചെയ്യേണ്ട പണികളാണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലാതെ നമുക്ക് നോമ്പ് 30 വരെക്കുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 10 ദിവസത്തേക്കെങ്കിലും ഉണ്ടാക്കാം. പിന്നെ നമുക്കത് ശീലമാവും, പിന്നെ പണികളൊക്കെ എളുപ്പമാവും. അങ്ങനെയാണല്ലോ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. അല്ലാതെ ഫുൾ മന്തിന് വേണ്ടിയിട്ടൊന്നും ഞാൻ ചെയ്ത് വെക്കാറില്ല. ഇനി മല്ലിയില അതേപോലെ നമ്മളതിലത്തെ കച്ചറയൊക്കെ എടുത്ത് മാറ്റിയിട്ട് കഴുകാതെ തന്നെ ടിഷ്യൂവിൽ പൊതിഞ്ഞിട്ട് എയർ ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെയും ആ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. കഴുകരുത് കേട്ടോ. കഴുകിയാൽ തന്നെ ആ വെള്ളം ഫുള്ളും പോയിട്ട് ആണ് എടുത്ത് വെക്കാൻ പാടുള്ളൂ. കഴുകാതെ വെച്ചാൽ മതി, പിന്നെ നമ്മൾ എടുക്കുമ്പോൾ കഴുകിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ 3 റെസിപ്പി കാണിക്കാമെന്ന് പറഞ്ഞില്ല. അതിലത്തെ ആദ്യത്തെ റെസിപ്പി പനീർ സമൂസയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പനീർ നമുക്ക് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം കേട്ടോ, ഒന്നിങ്ങനെ പൊടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട ഒരു മസാല ഉണ്ടാക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമൂസ ഫില്ലിംഗ് ആട്ടോ ഇത്. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ ജീരകമാണ് ഇട്ടത്, ചെറിയ ജീരകമാണ് ഇട്ടത്. അത് പൊട്ട് വരുമ്പോഴത്തേനും നല്ല ഒരു മണം ഉണ്ടാവുമല്ലോ, ആ ഒരു ഫ്ലേവർ ആയിരിക്കും ഇതിന് കൊടുക്കണം കേട്ടോ. നമ്മളല്ലാതെ വേറെ ഗരം മസാലയൊന്നും ഇതിലിടുന്നില്ല. എന്നിട്ട് 1.5 സവാള ചെറുതായി മുറിച്ചിട്ട് അതും ചേർത്തൊന്ന് വഴറ്റാം. കുറേ സമയം വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. കൂടെ തന്നെ ഞാൻ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 പച്ചമുളക് അരിഞ്ഞിടാം. നമ്മൾ എരിവിന് വേറെ ഒന്നും ഇതിലിടുന്നില്ല, അപ്പോൾ പച്ചമുളകാണ് എരിവിന് വേണ്ടത്. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് അത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് വാടി വന്നാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ കളറിലും റെഡും രണ്ടും എടുത്തിട്ടുണ്ട്. കുറേശ്ശെ എടുത്തിട്ടുള്ളൂ, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്നേ ഉള്ളെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. രണ്ടിനും 2 ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരിട്ടൊന്നും വഴറ്റണ്ട. ആ ക്യാപ്സിക്കത്തിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കളറൊന്നും മാറണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ മതി. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാൻ വെക്കാം. അപ്പോൾ ചൂടാറിയ ശേഷമാണ് നമുക്കിനി പനീർ ചേർക്കേണ്ടത്. കാരണം പനീർ ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ. ഇനി ചൂടാക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു മെൽറ്റായി പോകും. അപ്പോൾ പൊരിക്കുമ്പോൾ അത് എന്തായാലും വെന്തോളും. ഇപ്പോൾ ഇനി ചൂടാറിയ ശേഷം നമുക്കിതിൽ പനീർ മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി എല്ലായിടത്തും പനീർ ആവണ പോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാം. ഞാനിവിടെ ഷീറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ, ഉണ്ടാക്കിയതല്ല. നമ്മൾ സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ സമൂസ ഫോൾഡ് ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് അതിൽ ആവശ്യത്തിന് ചേർക്കുക. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഫില്ലിങ്ങാണ്, നല്ല ടേസ്റ്റുള്ള ഒരു സമൂസയാണ്, വെറൈറ്റി സമൂസയാണ്. അപ്പോൾ നമുക്ക് എല്ലാ സമൂസയും ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് മൈദ വെച്ച് ഒട്ടിക്കാം. എന്നിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാം. അപ്പോൾ ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ ഒരു സിപ്ലോക്ക് കവറിലാക്കിയിട്ട് വെച്ചാൽ മതി. കുറേയൊന്നും ഉണ്ടാക്കി വെക്കണം എന്നില്ല കേട്ടോ. ഇതിന് ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല, ഫ്രീസറിൽ സ്ഥലമുള്ളവർക്കൊക്കെ നിറയെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാനിത് സിപ്ലോക്ക് കവറിലാക്കി പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പനീർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇനി ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടും മാറിപ്പോകണ്ടെന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ ചിക്കൻ സമൂസൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഞാൻ 3 സവാള മുറിച്ചിട്ടാണ് വഴറ്റുന്നത്. അതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റാം. പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസും ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, എന്നാലും പറയുകയും ചെയ്യാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ മല്ലിയില പൊടിയായി അരിഞ്ഞിട്ട് അതും ചേർക്കാം. ഇത്
ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഫില്ലിങ് കുറേ സമയമൊന്നും ആവശ്യമില്ല. ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി, പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അത്രയും മതി. ഉള്ളി ഇങ്ങനെ വല്ലാതെ വാടിക്കുഴഞ്ഞൊന്നും പോകണ്ട, ഇങ്ങനെ ആയാൽ മതി കേട്ടോ. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കനും ചേർത്തിട്ട്, ചിക്കൻ വെന്തതാണല്ലോ ഓൾറെഡി, ഇനി നന്നായി ഒന്ന് മിക്സ് ആയാൽ മതി. എന്നിട്ട് ഇതൊന്ന് അമർത്തി വെച്ചിട്ട് ഒന്ന് ആവി കയറുന്ന വരെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചിക്കൻ സമൂസ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് പണികളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഇതിൽ ആവി കയറിയിട്ടുണ്ട്. ഇനി മതി, നമുക്കത് ചൂടാറാൻ വേണ്ടി മാറ്റിയേക്കാം. അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ സമൂസ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമൂസ നമ്മൾ പൊരിക്കണ സമയത്ത് ഫ്രീസറിന് എടുത്തിട്ട് ഇങ്ങനെ തണുപ്പ് പോകാൻ വേണ്ടി കുറേ സമയം വെക്കൊന്നും വേണ്ട. അങ്ങനെ എടുത്ത ഉടനെ തന്നെ എടുത്ത് ഫ്രൈ ചെയ്യുക കേട്ടോ. അതേപോലെ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കണമെങ്കിൽ അതും നമ്മളിങ്ങനെ ഡീഫ്രോസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, അങ്ങനെ എടുത്തിട്ട് ചെയ്യാം. ഓവനിൽ വെച്ചിട്ട് ചെയ്യണം, ബേക്ക് ചെയ്തെടുക്കണമെങ്കിലും അങ്ങനെ തന്നെ. നമുക്ക് ഫ്രീസറിന് എടുത്തിട്ട് അങ്ങനെ ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളമായിട്ട് ഒട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ ചിക്കൻ സമൂസ ഉണ്ടാക്കി അതിൽ പേരൊക്കെ എഴുതിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. ഞാൻ ചിക്കൻ കീമ കബാബാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ കീമ വാങ്ങിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കുക. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ കുരുമുളക് 1/2 ടീസ്പൂൺ. പിന്നെ ഞാൻ ചിക്കൻ ടിക്ക മസാലയാണ് കുറച്ചിട്ടത്. അത് വേണമെന്നില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, അത് ഓപ്ഷണലാണ്. ഇനി അതെല്ലാം ഇട്ട ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇടാം. പിന്നെ കുറച്ച് കസൂരി മേത്തി കൈ കൊണ്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ടിടാം. അത് ഇല്ലാത്തവർ ഇടണമെന്നില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, അതുകൊണ്ടാണ് നമ്മൾ കുറേ മസാല ചേർക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടു, പിന്നെ ഓണിയൻ പൗഡറാണത്. അതില്ലാത്തവർ സവാള പൊടിയെ അരിഞ്ഞിട്ട് ചേർത്താൽ മതി കേട്ടോ. ഓണിയൻ പൗഡർ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ഇടാം. ഇത്രയും. പിന്നെ മല്ലിയില വേണം കേട്ടോ. മല്ലിയില പൊടിയായി അരിഞ്ഞത് അതും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കൈ കൊണ്ട്. എല്ലാ പൊടികളും എല്ലായിടത്തും ആവണ പോലെ കുറച്ച് സമയം എടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്ക് പിന്നെ അത് ഷേപ്പാക്കി എടുക്കാം. ഒരു സ്ക്യൂവർ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തേക്കുക. എന്നിട്ട് ഇതെങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ബോൾ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് അത് ഉണ്ടാക്കുക. അപ്പോൾ ബാക്കിയുള്ള പിന്നെ കീമയും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1/2 കിലോ കീമ വെച്ചിട്ട് നമുക്ക് ഇത്രയും കബാബ്സ് ഉണ്ടാക്കാൻ പറ്റി. ഇനി ഇത് ഫ്രീസ് ചെയ്യുക. കുറച്ച് 2 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് ഹാർഡാവില്ല. അതിന് ശേഷം നമുക്ക് സിപ്പ് ലോക്ക് കവറിൽ ഇട്ട് വെക്കാം. പിന്നെ നമ്മൾ പൊരിക്കേണ്ട സമയത്ത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക, സോസ് കൂട്ടി കഴിക്കുക. അവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അത്, ഈ കബാബ്. പിന്നെ ഇത് ഞാൻ മിൻറ്റ് സിറപ്പ് ഉണ്ടാക്കി കാണിച്ചിരുന്നില്ലേ ഷോർട്ട്സ് വീഡിയോ ആയിട്ട്, അതാണ് കേട്ടോ. അതിൻ്റെ ക്യൂബ്സ് ആക്കി വെച്ചതാണ്. സിറപ്പ് ബോട്ടിലാക്കി വെച്ചാലും മതി. ഇത് നമ്മൾ മാങ്ങ ഉണക്കിയിരുന്നില്ലേ, അതിൻ്റെ അച്ചാറാണ് കേട്ടോ, അച്ചാറിട്ട് വെച്ചതാണ്. ഇനി കുറച്ച് ചെറുനാരങ്ങ നീര് എടുത്ത് വെക്കണം. അപ്പോൾ നാരങ്ങ നന്നായി കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീര് നമുക്ക് എടുത്തിട്ട് ഒരു ബോട്ടിലാക്കി വെച്ചാൽ കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ തോല് കളയണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ നന്നായി കഴുകി തുടച്ച് വെക്കണം. അപ്പോൾ ആ തോല് വെച്ചിട്ട് നമുക്ക് നല്ല അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് വേസ്റ്റായി പോകില്ല. അങ്ങനെ നമുക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ക്യൂബാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് എടുത്ത് വെക്കണം. ഞാൻ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ റംദാനൊക്കെ. അപ്പോൾ അത് അതുപോലെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അതേപോലെ സ്പ്രിംഗ് ഓണിയനും നമുക്ക് അരിഞ്ഞിട്ട് ഇങ്ങനെ സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. കുറേ നാൾ കേടുകൂടാതിരിക്കും, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതുപോലെ എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇങ്ങനെ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കാം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അങ്ങനെ എയർ ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച വരെയൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റംദാനിലെ നോമ്പെടുക്കാനുള്ള ഭാഗ്യവും ആയുസ്സും ആരോഗ്യമൊക്കെ അള്ളാഹു എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.